ഹലോ. ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട് അല്ലേ? വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിലരൊക്കെ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കാറുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ ഒരു വേദനയാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറയുന്നത് നിങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പേര് ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചില ആൾക്കാരുടെ വാക്കുകൾ. ചിലരൊക്കെ നമ്മളെ എപ്പോഴും ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അല്ലേ ശരിയായിട്ടുള്ള വേർഡ്? നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിലേക്ക് ആരോപിക്കും. നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെപ്പറ്റി അനാവശ്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് നമ്മളെ ഇങ്ങനെ മോശമായിട്ട് താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര വിഷമാവും. അത് മനസ്സിൽ ഭയങ്കര വിഷമായിരിക്കും. വളരെയധികം ആത്മാർത്ഥതയോടെ നമ്മൾ അവരോട് പെരുമാറിയിട്ടും ചില കാര്യങ്ങൾ, ചില വാക്കുകളൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും അല്ലേ? എന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? മറ്റുള്ളവരുടെ വാക്കുകൾ ഒരു വേദനയാകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് എങ്ങനെ അതിൽ നിന്നൊക്കെ മുക്തരാവാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 5 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അമേസിംഗ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരന്തരം ഡെയിലി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഈവൻ നമ്മുടെ വീട്ടിൽ തന്നെ ആവാം. ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മുടെ വൈഫ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മ, അപ്പൻ എന്ന് പറയണ്ട, ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ചങ്കായിട്ട് കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ്, ചില സമയത്തൊക്കെ അവരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കുത്തി നോവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ? ഒരു സൂചി എടുത്ത് നമ്മുടെ ദേഹത്തൊന്ന് കുത്തുന്ന പോലെയുള്ള ഒരു വേദന നമുക്കുണ്ടാവും. അപ്പം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മറികടക്കാം ഒന്ന് നോക്കിയാലോ? അപ്പം എല്ലാവരും ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.